റഷ്യ യുക്രൈൻ സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ ജർമ്മൻ ചാൻസലർ ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് മോസ്കോയെ പ്രഷറൈസ് ചെയ്യാൻ സാധിക്കില്ല. ആകെ യുദ്ധം നിർത്താനുള്ള ഏക വഴി എന്ന് പറയുന്നത് ന്യൂഡൽഹി വഴിയാണ്, നരേന്ദ്രമോദി വഴിയാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മൻ ചാൻസലർ. ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർച്ച് തന്റെ നിരാശയാണ് ഇതിലൂടെ പ്രകടിപ്പിച്ചത്. അതായത് യൂറോപ്പിന് ഒരിക്കലും റഷ്യയുമായി മുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. അദ്ദേഹം ഒരു ട്രൂത്ത് ബോംബ് പൊട്ടിച്ചു. അതായത് സത്യത്തിന്റെ ഒരു അണുവിസ്ഫോടനം അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപും പുടിനും തമ്മിലുള്ള ഉന്നത കൂടിക്കാഴ്ചയ്ക്ക് 3 ആഴ്ചകൾക്ക് ശേഷം യുക്രൈൻ യുദ്ധത്തിന് അവസാനമില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർച്ച് ശനിയാഴ്ച രോഷം പ്രകടിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിക്കാൻ യൂറോപ്പിന് സ്വാധീനമില്ലെന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. ട്രംപിൽ നിന്നുള്ള വ്യക്തമായ പ്രതിബദ്ധതകളെക്കുറിച്ച് വ്യക്തത കുറഞ്ഞിട്ടും വെടിനിർത്തൽ ഉണ്ടായാൽ കൈവിന് സുരക്ഷാ ഉറപ്പ് നൽകുമെന്ന് യൂറോപ്യൻ നേതാക്കൾ വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിലാണ് മെർസിന്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തുവന്നത്. ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതോടെ യൂറോപ്പ് ആഗോളതലത്തിൽ സ്ഥാനം നഷ്ടപ്പെടുകയാണെന്ന് ബെർലിനിൽ സംസാരിച്ച മെർസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ലോകവേദിയിൽ യൂറോപ്പിന്റെ പങ്ക് പരിമിതമായി വരുന്നു എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. പോരാത്തതിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമേൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്താൻ നിലവിൽ യൂറോപ്പിന് കഴിയില്ല. മെർസ് പറഞ്ഞതായി ബ്ലൂംബെർഗ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അമേരിക്കൻ സഹായത്തെയാണ് ആശ്രയിക്കുന്നത്. അമേരിക്കയാകട്ടെ ഇന്ത്യയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സൈനികർ ഉൾപ്പെടെ 26 രാജ്യങ്ങൾ ഗ്യാരണ്ടികൾക്ക് സംഭാവന നൽകാൻ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പറയുന്നുണ്ട്. നടപടികൾക്കുള്ള US പിന്തുണ വരും ദിവസങ്ങളിൽ അന്തിമമാകുമെന്ന് കൂട്ടിച്ചേർത്തു. അതേസമയം യുക്രൈനിലെ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരുടെ സാന്നിധ്യത്തോടുള്ള തന്റെ എതിർപ്പ് പുടിൻ നിലവിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കരാറിന്റെ ഭാഗമായി സഖ്യസേനയ്ക്ക് കരയിലോ കടലിലോ വായുവിലോ സാന്നിധ്യമുണ്ടാകുമെന്ന് ട്രംപ് വിദൂരമായി ചേർന്ന സന്നദ്ധ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം വ്യാഴാഴ്ച പാരീസിൽ മാക്രോണും മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്തു തന്നെയായിരുന്നാലും ഈ സേന റഷ്യക്കെതിരെ എന്ത് യുദ്ധം ചെയ്യണം എന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാൽ യുദ്ധം ചെയ്യണമെന്ന ലക്ഷ്യവുമില്ല എന്ന് മാക്രോൺ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടൊപ്പം പറഞ്ഞതായും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.